ഹായ് മക്കൾസ്, അങ്ങനെ നമ്മുടെ കെമിസ്ട്രി എക്സാമും തീർന്നിരിക്കുന്നു. മാത്സ് എക്സാം ഉണ്ടാക്കിയ ക്ഷീണം നിങ്ങൾ കെമിസ്ട്രി എക്സാമിൽ തീർത്തു എന്ന് എനിക്കറിയാം. ഒരുപാട് സ്റ്റുഡൻസ് മെസ്സേജ് അയച്ചിരുന്നു, ഈസി ആയിരുന്നു സാർ, വല്ലാത്ത ഈസി ആയിരുന്നു, നന്നായിട്ട് എഴുതാൻ പറ്റി, ഒരുപാട് പേര് ഫുൾ മാർക്കോ കിട്ടും എന്നൊക്കെ പറഞ്ഞു. ഇനി അതിൻ്റെ ഇടയ്ക്ക് ആവറേജ് ആയിരുന്നു, പിന്നെ ടഫായിരുന്നു എന്ന് തോന്നിയവർ അതും കമൻറ്റ് ചെയ്യണേ. ഈസി ആയിരുന്നു സാർ എന്നുള്ളവർ അതൊന്ന് കമൻറ്റ് ചെയ്യുക, എങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തത് എന്നുള്ളത്. ചില ആളുകൾ അധികവും പറഞ്ഞത് സംഭവം ഈസി ആയിരുന്നു, പക്ഷേ ഞാൻ പഠിച്ചങ്ങ് എത്തിയിട്ടില്ലായിരുന്നു, പഠിച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ മാർക്ക് കിട്ടേണ്ട ക്വസ്റ്റ്യൻ പേപ്പറേ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പം എനിക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി. കാരണം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ ഒന്നും പഠിപ്പിക്കാത്ത വന്നില്ല. നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും. എല്ലാം നമ്മൾ 7 hours ലൈവ് പോയിരുന്നു. ആ 7 hours ലൈവിൽ നിങ്ങളോടാണ് ശരിക്കും താങ്ക്സ് പറയേണ്ടത്. കാരണം നിങ്ങൾ പറഞ്ഞു സെക്കൻഡ് ടൈമിലുള്ള ചാപ്റ്റേഴ്സിൻ്റെ സാറേ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എടുക്കുക, അടിച്ചു വിട്ട് പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സമയമൊന്നും നോക്കിയില്ല. നിങ്ങൾ പറഞ്ഞത് വാങ്ങിച്ച് ഓരോ ടോപ്പിക്കും, കോർഡിനേഷനും ഓർഗാനിക്കും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതുകൊണ്ട് തന്നെ ഇന്ന് വന്നതൊക്കെ ഞങ്ങൾക്ക് എഴുതാൻ പറ്റിയെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ പറഞ്ഞത്. അന്ന് നമുക്ക് ഫസ്റ്റ് ടൈമിൻ്റെ പിന്നെ ഭാഗത്തുനിന്ന് കുറേ ടോപ്പിക്ക് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു, പഠിപ്പിക്കാൻ പറ്റിയില്ലായിരുന്നു. അത് ഞാൻ പിന്നെ ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെ ഇതിൽ ഞാൻ തീർത്തു, എല്ലാ ക്വസ്റ്റ്യനും അവിടെയും ചെയ്തു. അപ്പം നിങ്ങൾ അന്ന് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് അവിടെ നിന്ന് തന്നു. 1 മണി 1:45 ഞാൻ തീർന്നത്, അതുവരെ നിങ്ങളന്ന് നിന്നു. ആ സെക്കൻഡ് ടേമിൻ്റെ ടോപ്പിക്ക് മൊത്തം നമ്മൾ ഒരു ടോപ്പിക്ക് പോലും വിടാതെ കംപ്ലീറ്റ് പഠിച്ചു. ആ 7 hours ലൈവ് അന്ന് അത്രയും ഫുഡൊന്നും കഴിക്കാണ്ട് പിന്നെ അന്ന് പഠിപ്പിച്ചത്, അന്ന് അത്രയും നിന്ന് കുഴങ്ങിയിരുന്നു ആ സമയം ആവുമ്പോഴേക്ക്. എന്നാലും പക്ഷേ അതിൻ്റെ എഫേർട്ട് എല്ലാം റിസൾട്ടിലെത്തി. അത് സന്തോഷകരമായി. ആ ക്വസ്റ്റ്യൻ പേപ്പർ അത്രയും അടിപൊളിയായി എന്നറിഞ്ഞപ്പോൾ ഉണ്ടായ സന്തോഷം അത് നിങ്ങൾ അറിയിക്കുകയാണ്. വല്ലാത്ത സന്തോഷം തന്നെയായിരുന്നു. സോ നമുക്ക് ഓരോന്ന് പറഞ്ഞു പോകാം. നമ്മൾ പറയാത്ത ഒന്നും വന്നിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ, നമ്മുടെ ഷുവർ ക്വസ്റ്റ്യൻ സീരീസിൽ ചെയ്തായിരുന്നു. മീൻസ് ഇത് ഡയറക്റ്റ് ചോദിച്ചിട്ടില്ലെങ്കിലും ഇതിൻ്റെ വേറെ രൂപം, ഇതിനെ കുറച്ചും കൂടെ ടഫായിട്ട് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുന്ന ചോദ്യമാണ് ഞാൻ ചെയ്തു തന്നത്. പക്ഷേ ആ ചോദ്യത്തിൽ തന്നെ ഉണ്ടായിരുന്നു മെർക്കുറി സെല്ലിൻ്റെ വോൾട്ടേജ് 1.35 ആണ്. എല്ലാവരും എഴുതിയിട്ടുണ്ടാവും, എനിക്കറിയാം. സോ ഇത് നമ്മൾ ഷുവർ ക്വസ്റ്റ്യൻ സീരീസിൽ ചെയ്തതായിരുന്നു. രണ്ടാമത്തത് നമ്മൾ 7 hours ലൈവിൽ ചെയ്തായിരുന്നു. അതേ കോമ്പൗണ്ട് PTNH3+Cl2 ജിയോമെട്രിക്കൽ ഐസോമറീസ് ഉണ്ട്. എന്നിട്ട് അത് വരക്കാനാണ് നമ്മൾ പഠിച്ചത്. ഇവിടെ ഡയറക്റ്റ് ചോദിച്ചത് ഏത് ഐസോമറീസ് ആണെന്ന്. നിങ്ങളെല്ലാവരും ജിയോമെട്രിക്കൽ ഐസോമറീസ് എഴുതിയിട്ടുണ്ടാവും. സാറിങ്ങനെ എല്ലാവരും ഇത് എഴുതിയിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ തെറ്റിയവർ സാറേ എന്ന് പറയരുത് കേട്ടോ. കാരണം അത് നിങ്ങൾ അത്രയും ഇത് തെറ്റിച്ചവരുണ്ടെങ്കിൽ അത് അത്രയും കൃത്യമായിട്ട് നോക്കാത്തതുകൊണ്ട് മാത്രമായിരിക്കും. കാരണം സിമ്പിളാണ്, അല്ലാണ്ട് നിങ്ങളെ താഴ്ത്തി പറയല്ല. ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് അയോൺ ഈസ് കളർലെസ്. ഇതും നമ്മൾ ചെയ്തോ എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, വേറെ രൂപത്തിലാന്നേ ഉള്ളൂ. കുറച്ചും കൂടെ ടൈറ്റായിട്ട് ചോദിച്ചാൽ എങ്ങനെയായിരിക്കും എന്നതാണ് നമ്മൾ ചെയ്തത്. അതിൽ ഇതേ ചോദ്യം തന്നെയാണ്. കുറേ എലിമെൻറ്റുകൾ തന്നിട്ട് അതിൽ കളർലെസ് ഏതാണ് കളേർഡ് എന്നാണ് തന്നത്. അതിൽ നമ്മൾ ഓപ്ഷൻ ഉണ്ടായിരുന്നു SE3+. ആ SE3+ ഇവിടെയുണ്ട്. അപ്പോൾ കളർലെസ് SE3+ ആണ്. നിങ്ങളത് ചെയ്തിട്ടുണ്ടാവും. നോ വറീസ് മക്കൾസ്. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ ചോദിക്കുന്ന അസേർഷൻ റീസൺ ആയിട്ടാണ് ചോദിച്ചത് എന്നേ ഉള്ളൂ. ആൾഡിഹൈഡ്സിനാണ് കീറ്റോൺസിനേക്കാൾ റിയാക്ടിവിറ്റി കൂടുതൽ. അതിൻ്റെ കാരണം കീറ്റോൺസിൻ്റെ +I എഫക്റ്റും 2 ആൽക്കൈൽ ബൾക്ക് ഗ്രൂപ്പ്സും ആണ്, സ്റ്റെറിക് ഇൻട്രൻസും ആണ് നമ്മൾ പറഞ്ഞിരുന്നു. അതേ സാധനം 2 റീസൺസ് ആണ്. സ്റ്റെറിക് റീസൺ, ഇലക്ട്രോണിക് റീസൺ. ഞാനന്ന് ക്ലാസ്സിൽ ഇലക്ട്രോണിക് റീസൺ എന്ന് പറഞ്ഞപ്പോൾ ആരോ ഒരുത്തൻ കമൻറ്റിൽ പറഞ്ഞു, സാർ ഇലക്ട്രോണിക് റീസൺ മീൻസ് +I എഫക്റ്റ് തന്നെയല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനെ +I എഫക്റ്റ് എന്നും വിളിക്കാം എന്നും പറഞ്ഞു. അപ്പോൾ അന്ന് അത് കമൻറ്റിലിട്ടവനും ഒരു എൻ്റെ വക കിടക്കട്ടെ. സോ അപ്പോൾ അതും ചോദിച്ചു. അപ്പം ആ ഭാഗത്തുനിന്ന് എനിക്ക് തോന്നുന്നു ചോദിക്കാത്തത്, നമ്മൾ ചെയ്യാത്തത് ഒരു ക്വസ്റ്റ്യൻ, ഐ തിങ്ക് ഏത് ക്വസ്റ്റ്യൻ ആയിരുന്നു അത് ഞാൻ ലാസ്റ്റ് നോക്കാവേ. ഒറ്റ ക്വസ്റ്റ്യനാണ് നമ്മൾ ഡയറക്റ്റായിട്ട് അങ്ങനെ ചെയ്യാത്തത്. എനിക്ക് തോന്നുന്നു ഈസി ക്വസ്റ്റ്യനുമാണ്. ഞാൻ മറന്നുപോയി ആ ക്വസ്റ്റ്യനെ കുറിച്ച്. ദെൻ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം. നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനാണ് മെയിനായിട്ട് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്നിട്ട് ഞാൻ മൊത്തത്തിൽ എന്താണ് ആൻസർ കീ എന്ന് പറയുകയും ചെയ്യാം. കാൽക്കുലേറ്റ് EMF ഓഫ് ദി സെൽ. E0 സെല്ല് തന്നിട്ട് ഈ സെല്ല് കാണാനുള്ള ഇക്വേഷനാണ്. അപ്പോൾ ഞാൻ ആദ്യം ഡാനിയൽ സെല്ലിൻ്റെ ഈ സെല്ല് എങ്ങനെ കാണാം എന്നുള്ളതിൻ്റെ ഇക്വേഷൻ ഞാൻ ഇവിടെ പറഞ്ഞു തന്നിരുന്നു ചാപ്റ്ററിൽ. ഈ സെൽ E0 സെൽ -0.05. ഇത് ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നിട്ട് പക്ഷേ ഞാൻ ന്യൂമറിക്കൽ ചെയ്തത് വേറൊരു ഇക്വേഷൻ്റെയാണ്. വേറൊരു ഇക്വേഷൻ വെച്ചുള്ള എൻ്റെ ന്യൂമറിക്കലും ചെയ്തു. അവിടെ E0 സെല്ല് തന്നു, എന്നിട്ട് ഈ സെല്ല് കാണൽ എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു, അതിൽ ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ ഈ സെല്ല് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ചെയ്താണ്. പക്ഷേ അതിൽ Mg+2Ag+ ആണ്. ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് നേരിട്ടാണ് ചോദിച്ചത്. സിങ്ക് Zn2+ E0 സെല്ല് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത ടൈപ്പ് തന്നെ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. യെസ്, അതും നമ്മളന്ന് ആ നേരമില്ലാത്ത നേരത്ത് കുറച്ച് ചെയ്തു പോകാമെന്ന് പറഞ്ഞതാണ്. എല്ലാ ടോപ്പിക്കും പറഞ്ഞില്ല. ഇലക്ട്രോകെമിസ്ട്രിയിൽ ചില ടോപ്പിക്കുകൾ മാത്രം പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചെടുത്ത് പറഞ്ഞതിൽ പെട്ടു ആ ടോപ്പിക്ക്. അപ്പോൾ അതും അത്രയും സന്തോഷമായി. ദെൻ പറയുന്നതിൻ്റെ കൂട്ടത്തിലൊക്കെ നിങ്ങളോട് പറയാനുള്ളത്, പിന്നെ നമ്മുടെ ക്രാഷ് കോഴ്സ് 23-ന് തുടങ്ങുന്നതായിരുന്നു പറഞ്ഞിരുന്നത്. 23-നല്ല 27-നാണ് സ്റ്റാർട്ട് ചെയ്യുക ക്രാഷ് കോഴ്സ്. അതുപോലെ തന്നെ നീറ്റിൻ്റെ ക്രാഷ് കോഴ്സ് January 1-നാണ് തുടങ്ങുക. അപ്പം അടിപൊളിയായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ, സെറ്റായിട്ട് മനസ്സിലാക്കി പഠിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾക്ക് അറിയായിരിക്കും, തലേന്ന് പഠിച്ചുകൊണ്ട് ഇപ്പോൾ പറയുന്ന ചില ആളുകൾ പറയുന്നത് എന്താ, ക്വസ്റ്റ്യൻ പേപ്പർ ഈസി ആയിരുന്നു,
പക്ഷേ എനിക്ക് ആൻസർ എഴുതാൻ പറ്റാത്തത് തലേന്നിരുന്ന് പഠിച്ചപ്പോൾ എല്ലാം കൂടെ പഠിക്കാൻ പറ്റിയില്ല. അപ്പോൾ തലേന്നിരുന്ന് പഠിത്തം എന്നുള്ളതിനപ്പുറം കംപ്ലീറ്റ് ഇരുന്ന് ഇങ്ങനെ ഒരു പ്ലാനിൽ നിങ്ങൾക്ക് ടൈം ടേബിൾ പ്രകാരമായിരിക്കും നമ്മൾ പഠിപ്പിക്കുക. അത് നിങ്ങൾ കൃത്യം ഫോളോ ചെയ്ത് പഠിക്കാൻ കഴിയുന്നവർ മാത്രം ചേർന്നാലും മതി കേട്ടോ. വെറുതെ ചേർന്നിട്ട് അതിൻ്റെ കൂടെ വരാനും പറ്റില്ല, എന്നിട്ട് അവസാനത്തേക്ക് വീണ്ടും ഇതേപോലെ തലേന്ന് തന്നെ ഇരുന്നിട്ട് ഈ ക്രാഷ്, അതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല. നിങ്ങൾ ചേരുന്നുണ്ടെങ്കിൽ ക്രാഷ് കോഴ്സിനും ഒക്കെ ചേരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജനുവരി ഫെബ്രുവരി അതിനായിട്ട് മാറ്റി വെക്കണം. എന്നിട്ട് കൃത്യം ഈ പ്ലാനോടുകൂടി വരികയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി മാർക്ക് തന്നെ കിട്ടും, ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ, നല്ല മാർക്ക് വേണമെന്നും അതിനനുസരിച്ച് എഫേർട്ട് എടുക്കുമെന്ന് ആഗ്രഹമുള്ളവർ വേഗം ജോയിൻ ചെയ്തുകൊണ്ടു. ഓക്കെ, ദെൻ മക്കളെ 9ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ട്രാൻസിഷൻ മെത്തേഡ് ഷോ വേരിയബിൾ ഓക്സിഡേഷൻ, ഗിവ് വൺ എക്സാമ്പിൾ. യെസ്, ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. ഗിവ് വൺ എക്സാമ്പിൾ എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. ഏതെങ്കിലും ഒരു FE2+, FE3+ കാണിക്കുന്നത് കാണിച്ചാൽ മതി. സോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് നമ്മൾ എഴുതിയിട്ടുണ്ട്. യെസ്, അതും നമ്മൾ ചെയ്തതാണ്. ദെൻ 10ാമത്തെ ക്വസ്റ്റ്യൻ, ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ഓർക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്താ പറയുക, ഞാനൊരു 10 മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യനിൽ ഞാൻ D&F എന്ന് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ചോദിക്കാതെ പോവലില്ല, ഇത് ക്വസ്റ്റ്യൻ ഇടുന്നവർക്ക് ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞ് പോയതായിരുന്നു. ആ ക്വസ്റ്റ്യൻ ഉണ്ട്, വൺ ഇറ്റ്സ് കോൺസിക്വൻസസ്. അതേ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ 2 കോൺസിക്വൻസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എക്സാമിന് 1 കോൺസിക്വൻസ് എഴുതിയാൽ മതി. ഓക്കെ, ഞങ്ങൾ 1 സർ 2 തന്നെ എഴുതിയിട്ടുണ്ടാവും. അടുത്തത്, എക്സ്പ്ലെയിൻ ദ ടേം ആംബിഡെൻഡേറ്റ് ലിഗാൻഡ് വിത്ത് വൺ എക്സാമ്പിൾ. ആംബിഡെൻഡേറ്റ് ലിഗാൻഡ് നമ്മൾ എഴുതിയതാണ്, നമ്മൾ ചെയ്തതാണ്, നമ്മൾ കോർഡിനേഷൻ കെമിസ്ട്രിന്ന് ചെയ്തതാണ്. ആംബിഡെൻഡേറ്റ് ലിഗാൻഡ് എന്താണ്, അതിൻ്റെ എക്സാമ്പിളും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അന്ന് ഈ ചാപ്റ്ററൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ദെൻ വെൻ 2-bromobutane ഈസ് ട്രീറ്റഡ് വിത്ത് ആൽക്കഹോളിക് ഏജ്. എന്താ മക്കളെ നോക്ക്, വെൻ 2-bromobutane ആൻഡ് ആൽക്കഹോളിക് ഏജ്, സൈസഫ് റൂൾ നമ്മളന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ ക്വസ്റ്റ്യൻ തന്നപ്പോൾ കുറച്ചും കൂടെ ആ റൂളൊന്നും ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ റൂള് പറയണം. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി സൈസഫ് റൂൾ വെച്ച് തെളിയിക്കാമെന്നും കൂടെ പറഞ്ഞപ്പോൾ കുറച്ചും കൂടെ ഈസിയായി. അതും എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. ഇത് നമ്മൾ ഷുവർ ക്വസ്റ്റ്യൻ സീരീസിലും ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് നമ്മുടെ 7 അവേഴ്സിലും ഞാൻ ചെയ്തിട്ടുണ്ട്. ചില ടോപ്പിക്ക് അങ്ങനെ കേട്ടോ, 2ലും ചെയ്തിട്ടുണ്ട്, 2ലും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദെൻ മക്കളെ, എക്സ്പ്ലെയിൻ ദ റിയാക്ഷൻസ് ഓഫ് ഫീനോൾ വിത്ത് ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ് വിത്ത് ബ്രോമിൻ വാട്ടർ. അയ്യോ, ഇത് ഒരു സ്റ്റുഡൻറ്റിനെ വെച്ചിട്ടാണ് ഞാനന്ന് പറഞ്ഞതെന്നാണ് എനിക്ക് ഓർമ്മ. 7 അവേഴ്സിൽ ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ് ചേർത്താലുള്ള പ്രൊഡക്റ്റും കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ചേർത്താൽ വേറെ കിട്ടുമെന്നൊക്കെ അന്ന് പഠിപ്പിച്ചിരുന്നു. അപ്പോൾ ചോദിച്ചത് ഡൈല്യൂട്ട് നൈട്രിക് ആസിഡും പിന്നെ ബ്രോമിൻ വാട്ടറുമാണ്. അപ്പോൾ ബ്രോമിൻ ചേർത്താൽ എന്താണ് പ്രൊഡക്റ്റ്, ബ്രോമിൻ വാട്ടർ ചേർത്താൽ പിക്രിക് ആസിഡ് കിട്ടും. ബ്രോമിൻ വാട്ടർ ചേർത്താൽ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ചേർത്താലാണ് പിക്രിക് ആസിഡ്, ബ്രോമിൻ വാട്ടർ ചേർത്താൽ 2,4,6 ട്രൈ ബ്രോമോ ഫീനോൾ കിട്ടും എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അടിപൊളിയായിട്ട് നിങ്ങൾ എഴുതിയതുമാണ്. ദെൻ അയ്യോ, ഈ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞു, ഇത് അധികവും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. HVZ റിയാക്ഷൻ എന്ന് കിട്ടുന്ന ഇതിനെ HVZ റിയാക്ഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റാണിത്. പക്ഷേ അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല. ചോദ്യം ഇതിലേതാണ് അസിഡിറ്റി എന്നാണ് ചോദ്യം. നമുക്കറിയാം, ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട്, ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് വരുമ്പോൾ അസിഡിറ്റി കൂടും. അപ്പോൾ അവിടെ Cl ഉണ്ട്, അസിഡിറ്റി കൂടുതലാണ്. അതാ നോക്കിക്കേ, ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കിക്കേ, ഞാൻ HVZ റിയാക്ഷൻ പഠിപ്പിച്ചെന്നു നിങ്ങൾക്ക്. എന്നിട്ട് ആ HVZ റിയാക്ഷനിൽ നമുക്ക് 2 പ്രോഡക്റ്റ് കിട്ടി. എന്നിട്ട് ഞാൻ നിങ്ങളോട് ചോദിച്ചത് ഇതിൽ ഏത് പ്രോഡക്റ്റാണ് മോർ അസിഡിക്ക്. അപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞു, ക്ലോറിൻ ഉള്ളതുകൊണ്ട് EWG ഉണ്ട്, അതുകൊണ്ട് അതാണ് അസിഡിക്കുന്നത്. അത് കൃത്യം പഠിച്ചവർക്ക്. ചില സ്റ്റുഡൻസ് ഇപ്പോൾ മെസ്സേജ് അയക്കുന്ന എന്താ പറയുക, 7 അവേഴ്സ് ലൈവിൽ ഇരുന്ന് കാണുകയും അത് കൃത്യം ഞായറാഴ്ച ഇരുന്ന് പഠിക്കുകയും ചെയ്തുകൊണ്ട് സാറേ അത്രയും ഈസിയായി. ചില ആളുകൾ ജയസ്ട്രിക്ക് ഒരുപാട് സഹായിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പം എനിക്ക് കുറച്ചും കൂടെ ഉത്തരവാദിത്വം കൂടി പുതിയ ജയസ്ട്രിക്കുകൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ദെൻ ഹൗ ഈസ് അസൈൽ ക്ലോറൈഡ് കൺവേർട്ടഡ് ടു അസറ്റാൽഡിഹൈഡ്. ഇതെല്ലാവർക്കും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അസൈൽ ക്ലോറൈഡിനെ നമ്മൾ ആസിഡ് ക്ലോറൈഡ് എന്നും വിളിക്കും. ഇത് രണ്ടും ഞാൻ പറഞ്ഞതാണ്. ആസിഡ് ക്ലോറൈഡിനെ അസൈൽ ക്ലോറൈഡ് എന്നും വിളിക്കും. ബെൻസോയിൽ ക്ലോറൈഡിനെ ബെൻസാൽഡിഹൈഡ് ആക്കുന്നതാണ് റോസൻമണ്ട് റിഡക്ഷൻ. അപ്പോൾ കണ്ടോ, ചില ക്വസ്റ്റ്യൻസ് അവരെന്താ ചെയ്യാന്നറിയോ, വാട്ട് ഈസ് റോസൻമണ്ട് റിഡക്ഷൻ എന്ന് ചോദിക്കുന്നതിന് പകരം ഇങ്ങനെ ചോദിക്കും. അത് നിങ്ങൾ ചെറിയൊരു ലോജിക്ക്, അത് കിട്ടി ഉറപ്പാണത്, എനിക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് ഉറപ്പിക്കാനുള്ള ചോദ്യമാണ്. എല്ലാവരും എഴുതിയിട്ടുണ്ടാവും എന്ന് തന്നെ വിശ്വസിക്കുന്നു. അത്രയും ഇൻഡയറക്റ്റ് ഒന്നുമല്ല. അസൈൽ ക്ലോറൈഡ് ആണ്, ആസിഡ് ക്ലോറൈഡാണ്. ചില ആളുകൾക്കെങ്കിലും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 15 കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അത് മനസ്സിലായില്ല സാർ, എക്സാമിൽ നിന്ന് മനസ്സിലായി, ഞാൻ എന്തിനാ റീകമൻറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലാവും, ചില ആളുകൾ അപ്പം റോസൻമണ്ട് മാത്രമേ പഠിച്ചു പോകുന്നുള്ളൂ. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ഇത് ആളുകളുടെ പേരും കൂടിയൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോകണം, എന്നാലേ ഇൻഡയറക്റ്റ് ചോദിച്ചാൽ കിട്ടുള്ളൂ എന്ന് നിങ്ങളുടെ മൈൻഡിലും കൂടി സെറ്റാക്കണം. അത് പബ്ലിക്കിന് വേണ്ടി ഒരുങ്ങാനും കൂടി വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. അപ്പോൾ 15ാമത്തെ ക്വസ്റ്റ്യൻ അത് ഞങ്ങൾക്കത് മനസ്സിലായില്ല, റോസൻമണ്ടാന്ന് മനസ്സിലായില്ല എന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ. നമ്മൾ ചെയ്തതാണ് റോസൻമണ്ട് റിഡക്ഷൻ, അസൈൽ ക്ലോറൈഡ്. ഇവിടെ അസൈൽ ക്ലോറൈഡ് ഞാൻ എഴുതിയിരുന്നു, ആ പേര് ഞാൻ ഇവിടെയും ചോദിച്ചത് അസൈൽ ക്ലോറൈഡ്. റെഡി? Then H2O2 fuel cell, write the chemical equation of electrode reaction, write any 2 advantages of fuel cell. ഷുവർ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഫ്യൂൽ സെല്ലിനെ കുറിച്ച് ചെയ്താണ്, അതിൻ്റെ റിയാക്ഷൻസും കാര്യങ്ങളും ചിത്രമൊക്കെ വരയ്ക്കാൻ നിങ്ങൾക്കറിയാം, നമ്മൾ ചെയ്തതാണ്, നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാം ഇതിൻ്റെ ആൻസർ കീ, നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ എന്താ അറിയണം അങ്ങനെ ആഗ്രഹമൊന്നുമില്ലല്ലോ. ഇതൊക്കെ കൃത്യം അറിയുന്നതല്ലേ, ഇതിൻ്റെ ഇക്വേഷൻസൊക്കെ നിങ്ങളുടെ നോട്ടുകൾ അതേപോലെ ഉള്ളതാണ്. ഇൻഡയറക്റ്റ് ഉണ്ടെങ്കിലല്ലേ അതിൻ്റെ ആൻസർ പറയേണ്ടുള്ളൂ. ദെൻ
17ാമത്തെ ക്വസ്റ്റ്യൻ, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് ദി റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ബൈ അറീനിയസ് ഇക്വേഷൻ. ഗിവ് അറീനിയസ് ഇക്വേഷൻ. അറീനിയസ് ഇക്വേഷൻ എന്താ അറിയാം. എന്നിട്ടോ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തില്ല. ഈ സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ സങ്കടമായി. കാരണം ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു. അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ, വിചാരിച്ചതായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ബാച്ച് ലൈവിലും ഇതിൻ്റെ വൺ ഷോട്ടിലൊക്കെ എടുത്തപ്പോൾ ഒരുപാട് ചെയ്തതാണ്, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്തതാണ്. അപ്പോൾ ഇതൊന്ന് മാറ്റി പിടിക്കാം, പുതിയ ക്വസ്റ്റ്യൻ ചെയ്യാം. കുട്ടികൾ പുതിയ ക്വസ്റ്റ്യൻ കാണട്ടെ എന്ന് വെച്ചിട്ട്, പുതിയ ക്വസ്റ്റ്യൻ മീൻസ് കുറച്ചും കൂടെ ഒക്കെ വേറെ 2 കെൽവിൻ തരുന്ന ക്വസ്റ്റ്യൻ ചെയ്യാമെന്ന് വെച്ചിട്ട് വേറൊരു ക്വസ്റ്റ്യനാണ് എടുത്തത്. ആ ക്വസ്റ്റ്യൻ വെച്ച് ചെയ്താണ്. ക്വസ്റ്റ്യൻ അതായില്ല എന്നേ ഉള്ളൂ, പക്ഷേ കാര്യങ്ങളൊക്കെ അത് തന്നെയാണ്. സോ അതും നമ്മൾ ചെയ്തത് തന്നെയാണ്. അറീനിയസ് ഇക്വേഷൻ, അതിൻ്റെ ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ നമ്മൾ പഠിച്ചതാണ് മക്കളെ. അപ്പോൾ ഇത് അറിയാലോ, ആ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്രം 300 കെൽവിൻ. അപ്പോൾ T1 300 കെൽവിനാണ്. ഓക്കെ, T to 10 കെൽവിൻ എടുത്തിട്ടുണ്ടെങ്കിൽ തെറ്റി. T to 10 കെൽവിൻ അല്ല, ഈ 300 കെൽവിൻ 10 കെൽവിൻ കൂടി എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ 310 എടുക്കേണ്ടത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അങ്ങനത്തെ ആളുകൾ മനസ്സിലാക്കേണ്ടത് ഡയറക്റ്റിൻ്റെ വാല്യൂ എഴുതിയെടുക്കലല്ല, ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് വായിച്ച് നോക്കണം. എന്നിട്ട് ഇൻക്രീസ് ഓഫ് 10 കെൽവിൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞാൽ 300 10 കൂടി, അഥവാ 310 ആയി എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദെൻ റൈറ്റ് 2 പോസ്റ്റുലേറ്റ്സ് ഓഫ് വേണേഴ്സ് തിയറിയുടെ പോസ്റ്റുലേറ്റ്. ഇപ്പോൾ വേണേഴ്സ് തിയറിയിൽ നിന്ന് പോസ്റ്റുലേറ്റ്സ് ആണ് അധികം ചോദിക്കുക നമ്മൾ പറഞ്ഞാൽ. അതൊന്നൊക്കെ ഞാൻ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചത്. വേണേഴ്സ് തിയറിയായിട്ട് ബന്ധപ്പെട്ട് അയോൺസുകളുടെ എണ്ണം, പിന്നെ അതേപോലെ AgNO3 ചേർത്തപ്പോൾ ഉണ്ടായ AgClൻ്റെ എണ്ണം, എന്നിട്ട് ഞാൻ അതൊക്കെ പഠിപ്പിച്ചു തന്നിരുന്നു. പക്ഷെ അതൊന്നും ചോദിച്ചിട്ടില്ല. ഡയറക്റ്റ് പോസ്റ്റുലേറ്റ്സ് ഓഫ് വേണേഴ്സ് കോർഡിനേഷൻ തിയറി ചോദിച്ചു. ആൻഡ് ഓൾസോ റൈറ്റ് ഫോർമുല ഓഫ് പെൻഡ അമീൻ കാർബണറ്റോ കൊബാൾട്ട് ക്ലോറൈഡ്. എനിക്ക് തോന്നുന്നു നമ്മൾ ആകെ 1-2 കോമ്പൗണ്ടേ ചെയ്തിട്ടുള്ളൂ, അത് സെയിം കോമ്പൗണ്ടായി മാറി. പെൻഡ അമീൻ കാർബണറ്റോ നമ്മൾ ക്രോമിയാണ് ചെയ്തത്, ക്വസ്റ്റ്യനിൽ കൊബാൾട്ടാണ്. അയ്യോ, അപ്പോൾ സാറ് തെറ്റി, സാറ് ഞാൻ പറഞ്ഞത് വന്നില്ല. അങ്ങനെ നിങ്ങൾ പറയില്ലല്ലോ, കൊബാൾട്ടിന് CO എന്ന് എഴുതും, ക്രോമിയോ ആകുമ്പോൾ CR എന്ന് എഴുതും, അത്രയല്ലേ ഉള്ളൂ. നമ്മൾ പറഞ്ഞതാണ് മക്കളെ, നിങ്ങൾ എഴുതിയതുമാണ്, സെറ്റാണ്. then ഏതാണ്, ഡ്രോ ദി ജിയോമെട്രിക്കൽ ഐസോമേഴ്സ് ഓഫ് PtCl2 En twice plus which among the isomer is optically active give risk. ഇതേ സാധനം നമ്മൾ ചെയ്തതാണ്. സെയിം PtCl2 En twice plus അതിൻ്റെ ജിയോമെട്രിക്കൽ ഐസോമേഴ്സ് വരയ്ക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ അപ്പം തന്നെ പറഞ്ഞു, ഇതിൻ്റെ ട്രാൻസ്ഫോം ഒരിക്കലും ഒപ്റ്റിക്കൽ ഐസോമേഴ്സും കാണിക്കൂല, ഇതിൻ്റെ സിസ് മാത്രമേ ഒപ്റ്റിക്കൽ ഐസോമേഴ്സും കാണിക്കൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഓർത്ത് വെക്കണേ മക്കളെ, സിസ് മാത്രമേ കാണിക്കൂ, ട്രാൻസ് കാണിക്കൂല എന്നും ഞാൻ പറഞ്ഞിരുന്നു. ദെൻ കംപ്ലീറ്റ് ദ റിയാക്ഷൻസ് CH3 CH2Br plus AgCN. ഇതൊക്കെ JS3 വെച്ച് പറഞ്ഞ റിയാക്ഷൻസ് ആണ് അല്ലേടാ. അവിടെ JS3 എന്ന് എഴുതിയിട്ടുണ്ട്. AgCN നോക്കടാ, CH3Br AgCN ചേർത്തപ്പം Ag ആണെങ്കിൽ N ആണ് ബോണ്ട് ചെയ്യുക എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ Ag ആണെങ്കിൽ N ആണ് ബോണ്ട് ചെയ്യുക, Ag ആണെങ്കിൽ N ആണ് ബോണ്ട് ചെയ്യുക, അപ്പോൾ NC ആണ് ഉണ്ടാവുക എന്ന കാര്യങ്ങളും പറഞ്ഞിരുന്നു. റെഡി സെറ്റ് മക്കളെ. CH3Br NaI ഡ്രൈ ഈതർ ഫിംഗൽ സ്റ്റീൽ വേണ്ട ട്രിക്ക് പറയണ്ട, NaI ഇൻ ഡ്രൈ ഈതർ. ഓക്കെ, അത് നമ്മൾ പറഞ്ഞിരുന്നു. NaI ഫിംഗൽ സ്റ്റീലാണ് നമ്മൾ ചെയ്തതാണ്. CH3Br ഒക്കെ റിയാക്ഷൻ അതുപോലെ ചെയ്തതാണ്. കംപ്ലീറ്റ് കറക്റ്റ് ഫോളോ ചെയ്ത് പഠിച്ചവരുണ്ടെങ്കിൽ സെറ്റാണത്. വൈ ക്ലോറോഫോം ഈസ് കെപ്റ്റ് ഇൻ ഡാർക്ക് കളേർഡ് ബോട്ടിൽസ് ചെയ്തത്. ക്ലോറോഫോം എന്തുകൊണ്ടാണ് ഡാർക്ക് കളേർഡ് ബോട്ടിൽ സൂക്ഷിക്കുന്നത്? ഇത് ചെയ്തതാ, എഴുതിയതാ, പറഞ്ഞതാ. എല്ലാവരും ചെയ്തിട്ടുണ്ടാവും, ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. ഇത്ര കേസ് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ല എക്സാം. റൈറ്റ് ഡിഫറൻസസ് ബിറ്റ്വീൻ SN1 ആൻഡ് SN2 റിയാക്ഷൻ. ഇപ്പോൾ ഞാനിതൊക്കെ പറയുമ്പോഴും ഇത്ര കേസ് വിചാരിച്ചിട്ടുണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോഴും അയ്യോ സാറേ ഞങ്ങൾക്ക് ടഫായിരുന്നല്ലോ എന്ന് വിചാരിക്കുന്നവർ അറിയേണ്ടത് എന്താ അറിയോ? അത് നിങ്ങൾ പഠിച്ചെത്താത്തതുകൊണ്ട് മാത്രമാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ടഫായതുകൊണ്ടല്ല. അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ പഠിച്ചിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആവണമെങ്കിലാണ് നമ്മൾ ടഫ് എന്ന് പറയുക. ഇത് നമ്മൾ പഠിക്കാത്തതുകൊണ്ടാണ്. ടഫായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചെത്താത്തതുകൊണ്ടാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഈസിയാണ്, അതെല്ലാവരും സമ്മതിക്കുന്ന കാര്യമായിരിക്കും. അപ്പം പഠിച്ചെത്താത്തതിൻ്റെ പ്രശ്നം മാത്രമായിരിക്കും. അപ്പോൾ നിങ്ങൾ പഠിച്ചെത്തിയാൽ മതി. അതാണ് നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ ഒരു കാര്യം പബ്ലിക്. ഞാൻ ലാസ്റ്റിലേക്ക് പറയാമെന്ന് വിചാരിച്ചത്, പബ്ലിക്കിലേക്ക് ഇങ്ങനെ തന്നെ വരണം എന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. അത് ഞാൻ ലാസ്റ്റിലേക്ക് പറയാം. ഓക്കെ, നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യാം. ബിറ്റ്വീൻ SN1 ആൻഡ് SN2 റിയാക്ഷൻ, ഡിഫറൻസസ് ബിറ്റ്വീൻ SN1 ആൻഡ് SN2 റിയാക്ഷൻ. നമ്മളെപ്പോഴും SN1 ആൻഡ് SN2 റിയാക്ഷൻ്റെ ഡിഫറൻസുകൾ പറഞ്ഞ് പഠിക്കുന്നതാണ്. നമ്മളന്ന് എഴുതിയതുമാണ് 7 hours. ഹൗ വിൽ യു പ്രിപ്പയർ ക്ലോറോബെൻസീൻ ഫ്രം ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ്. ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ സാൻമേർ ഊട്ടിക്ക് ടൂർ പോയത് നിങ്ങൾക്ക് ഓർമ്മ വരും. അതായിരുന്നു നമ്മളെ ട്രിക്ക്. അങ്ങനെ ഊട്ടിക്ക് ടൂറായിട്ട് തിരിച്ചു വന്ന ആളാണ് ബെൻസീൻ ഡയാസോണിയം ഹാലൈഡ്. അതിലേക്ക് പിന്നെ ക്ലോറോബെൻസീൻ ഉണ്ടാക്കണമെങ്കിൽ Cu2Cl2 ബാർ HCl ചേർത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ആരോ പറഞ്ഞു ഗട്ടർമാൻ പഠിക്കേണ്ടത് അറിയാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഗട്ടർമാൻ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഇല്ല, അത് അമൈൻസിലാണ്, അതുകൊണ്ട് അത് ഇവിടെ അല്ല, ഇത് ഇതുമായിട്ട് റിലേറ്റഡ് ചെയ്ത റിയാക്ഷനാണ് ഗട്ടർമാൻ എന്നും ഞാൻ പറഞ്ഞിരുന്നു. എഴുതിയിട്ടുണ്ടാവും. റെഡി. ഹൗ വിൽ യു പ്രിപ്പയർ ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് യൂസിങ് എ ഗ്രിഗ്നാർഡ് റിയേജന്റ്. പ്രൈമറി ആൽക്കഹോൾ എങ്ങനെ ഗ്രിഗ്നാർഡ് റിയേജന്റ് ഉപയോഗിച്ചുണ്ടാക്കാം, സെക്കൻഡറി ആൽക്കഹോൾ എങ്ങനെ ചെയ്തത്. നമ്മളെന്താ പറഞ്ഞത്, മെഥനാലും ഗ്രിഗ്നാർഡ് റിയേജന്റ് ചേർത്താൽ പ്രൈമറി ആൽക്കഹോൾ കിട്ടും. നോക്ക് കണ്ണു തുറന്ന് നോക്ക്. അതർ ആൽഡിഹൈഡ്സും ഗ്രിഗ്നാർഡ് റിയേജന്റ് ചേർന്നാൽ സെക്കൻഡറി ആൽക്കഹോൾ ഉണ്ടാക്കാം. പഠിപ്പിച്ചതാ. എന്നിട്ട് അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ എഴുതിയതാണ്. നമ്മൾ കീറ്റോണിൻ്റെതും എഴുതി, മെഥനാലിൻ്റെതും എഴുതിയതാ.
നമ്മൾ എഴുതിയതാണ്. നമ്മൾ അതർ ആൾഡിഹൈഡിൻ്റെ മാത്രമേ എഴുതാത്തുള്ളൂ. എഴുതിയതാണ്. എങ്ങനെയാണ് ഇതിൻ്റെ ഇത് എഴുതിയെന്ന് മാത്രമല്ല, ഇത് ഞാൻ ചെയ്താൽ എന്താ അറിയോ, ഇത് ഇങ്ങനെ ഡയറക്റ്റ് ചോദിക്കാൻ ചാൻസ് ഇല്ലെങ്കിൽ കുറച്ചുകൂടെ വളഞ്ഞ വഴിക്ക് ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് വേറെ കാര്യവും പഠിപ്പിച്ചു തന്നിരുന്നു. അതായത് പ്രൊഡക്റ്റ് തന്നിട്ട് റിയാക്റ്റൻ്റ് ഏതാ ചോദിച്ചാൽ അങ്ങനെയൊക്കെ ഞാൻ പഠിപ്പിച്ചു തന്നിരുന്നു. അന്ന് അതും ഞാൻ പഠിപ്പിച്ചു തരുന്നു. അങ്ങനെയും കൂടെ എഴുതാൻ പഠിക്കണം കേട്ടോ മക്കളെ എന്ന് പറഞ്ഞിരുന്നു. യെസ്, പ്രൊഡിക്ട് പ്രോഡക്ട്സ് എ ആൻഡ് ബി. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. ഓരോ ക്വസ്റ്റ്യനും ഓരോ കഥകളുണ്ട് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ഒരു സ്റ്റുഡൻറ്റ് എനിക്ക് മെസ്സേജ് അയച്ചു. ഇന്നലെയാണ് മെസ്സേജ് അയച്ചെന്ന് തോന്നുന്നു, അതോ ഇന്ന് രാവിലെ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു, സാറേ ഹൈഡ്രോബറേഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് എഴുതണോ, കംപ്ലീറ്റ് സ്റ്റെപ്പ് എഴുതണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചിലപ്പോൾ 3 മാർക്കിനായിരിക്കും ഹൈഡ്രോബറേഷൻ ഓക്സിഡേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ കംപ്ലീറ്റ് എഴുതണം. അല്ല ചിലപ്പം ചെറിയ മാർക്കിന് 1 മാർക്കിനൊക്കെയാണ് അല്ലെങ്കിൽ 2 മാർക്കിനൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ അവർ എയും ബി എന്താണെന്ന് തന്നിട്ട് ചോദിക്കും. ഡയറക്റ്റ് ഇത് തന്നിട്ട് എ എന്താ ബി എന്താന്ന് ചോദിക്കും. ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ വാക്കാണ് എനിക്ക് ഓർമ്മ വന്നത്. അത് അതുപോലെ ചോദിച്ചിരിക്കുന്നു. നമ്മൾ ഇത് ചെയ്തതുമാണ്, ഇതേ ക്വസ്റ്റ്യൻ ചെയ്തതുമാണ്. ഹൈഡ്രോബറേഷൻ ഓക്സിജൻ ഇതേ ക്വസ്റ്റ്യൻ സെയിം റിപ്പീറ്റ്. പ്രൊപ്പനോൾ കിട്ടും എന്ന് പറയുന്ന സംഭവം ചെയ്തതാണ്. ദെൻ വാട്ട് ഈസ് ക്യുമീൻ, എക്സ്പ്ലെയിൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഫീനോൾ ഫ്രം ക്യുമീൻ, അതും ചെയ്തതാണ്. ഹൗ മെഥനോൾ ഈസ് പ്രിപ്പയർഡ് ഇൻഡസ്ട്രിയലി, അതും ചെയ്തതാണ്. ദാ ക്യുമീൻ എന്ന് ഫീനോൾ ഉണ്ടാക്കുന്നത്. അസറ്റോണും എന്നിട്ട് ഞാൻ പറഞ്ഞു ചിലപ്പോൾ ഫീനോൾ അല്ല നിങ്ങളോട് ചോദിക്കുക, അസറ്റോൺ ഉണ്ടാക്കാൻ എങ്ങനെയാണ് ചിലപ്പം ചോദിക്കും കേട്ടോ. അത് ഫീനോളിൻ്റെ ബൈ പ്രൊഡക്റ്റാണ്, പഠിച്ചു വെച്ചുകൊണ്ടു. ചോദിക്കാൻ ചാൻസ് ഉള്ള സബ് ക്വസ്റ്റ്യൻസ് ഒക്കെ അന്ന് ഞാൻ പറഞ്ഞും പോയിരുന്നു, ഫീനോളാണ്. ദെൻ മക്കളെ മെഥനോളിൻ്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ അന്ന് നമ്മൾ ജയസ്ട്രിക് ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണ് അത് ഓർത്ത് വെക്കേണ്ടതെന്ന് പറഞ്ഞിരുന്നു. CH3OH ആണ് ഫോമുല. അപ്പോൾ ഇതിൻ്റെ സിയും ഓയും ആലോചിക്കുക, ദെൻ 2H2 ആലോചിക്കുക. അങ്ങനെ സിമ്പിളായിട്ട് ആലോചിച്ചാൽ എപ്പോഴും മൈൻഡിൽ നിൽക്കും എന്നും പറഞ്ഞിരുന്നു മക്കളെ. അതൊക്കെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. Phenols are more acidic than alcohols. Why? How will you distinguish primary and secondary alcohols using Lucas test? Phenols are more acidic than alcohols. ഈ ക്വസ്റ്റ്യൻ ഞാൻ 7 അവേഴ്സിലും ചെയ്തതാണ്, ഷുഗർ ക്വസ്റ്റ്യൻസിലും ചെയ്തതാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് കാർബോക്സിലിക് ആസിഡിനും കൂടി പഠിക്കണം എന്ന് പറഞ്ഞാണ്. നമ്മൾ 10 മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഇത് വരാൻ ചാൻസ് ഉണ്ട് എന്നും പറഞ്ഞതാണ്. അത് ആ 10 മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ എത്ര ക്വസ്റ്റ്യൻ വന്നു എന്നറിയാം? 5 ക്വസ്റ്റ്യൻ ആയിരുന്നു വന്നു. ഇത് വല്ലതും വരുമോ എന്നൊക്കെ ചോദിച്ചിരുന്നല്ലോ നിങ്ങൾ. 5 ക്വസ്റ്റ്യൻ ആയിരുന്നു വന്നിട്ടുണ്ടേ. സോ ഫീനോൾ ഈസ് മോർ അസിഡിക് ദാൻ ആൽക്കഹോൾ. വൈ ചെയ്തതാണ്. ദെൻ എന്നിട്ട് അതിൻ്റെ സ്ട്രക്ചറൊക്കെ വരച്ച് ഞാൻ പറഞ്ഞു തന്നതാണ്, ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്. രണ്ടാമത്തെ എന്താ ലൂക്കാസ് ടെസ്റ്റ്. അത് പിന്നെ നമ്മൾ 7 അവേഴ്സിൽ വേറെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലൂക്കാസ് ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ട് ഞാൻ അതിന്മേൽ കുറേ സമയം കളയുന്നില്ല. ദെൻ ഡിസ്ക്രൈബ് ഗട്ടർമാൻ കോഷ് റിയാക്ഷൻ ചെയ്തതാണ്. ഡയറക്റ്റ് പേര് വെച്ചിട്ട് ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കിട്ടിയോ? ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഫോളോയിങ് കോമ്പൗണ്ട്സ്. പ്രൊപ്പനാലും പ്രൊപ്പനോണും എങ്ങനെയാണ് തിരിച്ചറിയാം? സിമ്പിൾ ആൾഡിഹൈഡിനെ കീറ്റോൺ തിരിച്ചറിയാം. ഒന്നെങ്കിൽ ലൂക്കാസ് ടെസ്റ്റ്, ഫെലിംഗ് ടെസ്റ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞതുമാണ്. ഗട്ടർമാൻ കോഷ് നേരെ ചോദിച്ചിട്ടുണ്ട്, നമ്മളത് നേരെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഷുവർ ക്വസ്റ്റ്യൻസിലും പറഞ്ഞിട്ടുണ്ട്, ഇതിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ. ദെൻ പ്രൊപ്പനാലിൽ നിന്ന് പ്രൊപ്പനോണെ തിരിച്ചറിയാൻ നിങ്ങൾ ടോളറൻസ് ടെസ്റ്റ് ഉപയോഗിച്ചാൽ മതി. ടോളറൻസ് ടെസ്റ്റോ അല്ലെങ്കിൽ ഫെലിംഗ് ടെസ്റ്റോ ചെയ്താൽ നിങ്ങൾക്ക് അപ്പം എങ്ങനെയാണ് നിങ്ങൾ ചെക്ക് ചെയ്യാമെന്ന് ചോദിച്ചാൽ 1 മാർക്കിനല്ലേ ചോദിച്ച്, അപ്പം ടോളറൻസ് ടെസ്റ്റ് ചെയ്താൽ മതി എന്ന് എഴുതിയാൽ മതി. ഫീനോളിന് എങ്ങനെ ബെൻസോയിക് ആസിഡ് അത് കിട്ടിയോ ആർക്കെങ്കിലും? ഫീനോളിനെ ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോഴും എനിക്ക് മറ്റൊരു കഥയാണ് ഓർമ്മ വന്നത്. 7 അവേഴ്സിൻ്റെ ലൈവിൽ ഞാൻ രാത്രി 1:30 സമയത്ത് എത്തിയപ്പം നമ്മൾ ഈ പോയിന്റ് ഡിസ്കസ് ചെയ്യായിരുന്നു. ബെൻസോയിക് ആസിഡിന് ഫീനോളിനേക്കാൾ അസിഡിറ്റി കൂടുതലാണ്, അത് നോക്കാൻ ഒരു കാര്യം ചെയ്താന്ന് ഞങ്ങൾ ഇപ്പം നിങ്ങൾ അടുക്കളയിൽ പോയിട്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഏതോ സ്റ്റുഡൻറ്റ് ചോദിച്ചു, ഇപ്പം തന്നെ ചെയ്യണോ സാറേ, നാളെ രാവിലെ നേരം വെളുത്തിട്ട് പോരാൻ. അങ്ങനെ എന്നെ കളിയാക്കുകയൊക്കെ ചെയ്തിരുന്നു. ആ ക്വസ്റ്റ്യനാണ് ഈ വന്നത്. അതായത് ബെൻസോയിക് ആസിഡിനെ ഫീനോളിനെയും തിരിച്ചറിയാൻ സോഡിയം ബൈകാർബണേറ്റ് NaHCO3 ചേർത്താൽ മതി. എന്നിട്ട് അപ്പോൾ ചേർക്കുമ്പോൾ ബെൻസോയിക് ആസിഡിലേക്ക് ചേർക്കുമ്പോൾ അവിടുന്ന് കാർബൺ ഡൈ ഓക്സൈഡ് വരും, ബ്രിസ്ക് എഫേഴ്സൻസ് വരും. ഫീനോൾ ചേർക്കുമ്പോൾ വരില്ല. ഒന്നെങ്കിൽ അത് എഴുതാം. പിന്നെ നിങ്ങൾ ഇതിൽ പഠിക്കാത്തൊരു ടെസ്റ്റ് ഉണ്ട്, പിന്നെ FeCl3ൻ്റെ ടെസ്റ്റ്, ന്യൂട്രൽ ഫെറിക്ലോറൈഡിൻ്റെ. അത് എഴുതിയവരുണ്ടാരെങ്കിലും അതുണ്ടെങ്കിൽ അതും പറ്റും. യെസ്, അത് ന്യൂട്രൽ ഫെറിക്ലോറൈഡിൻ്റെ ടെസ്റ്റാണ് ഞങ്ങൾ എഴുതിയെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. 25ാമത്തെ ക്വസ്റ്റ്യൻ, കാരണം അത് ടെക്സ്റ്റിലില്ല, ലാബുപരമായിട്ട് വരുന്ന ടോപ്പിക്കാണത്. ഓക്കെ, അപ്പം അതും നമ്മൾ അങ്ങനെ എഴുതിയതാണ്. അന്ന് ഞാൻ വീണ്ടും ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും തിരിച്ചെടുത്ത് ഈ സ്ലൈഡ് തിരിച്ചെടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഏത് സ്ലൈഡ്? ഈ സ്ലൈഡ് തിരിച്ചെടുത്തിട്ട് പറഞ്ഞു, മക്കളെ പറ, എൻ്റെ കൂടെ പറ. എന്നിട്ട് പറയിപ്പിച്ചു ഞാൻ വീണ്ടും എന്താണ് ചെയ്യേണ്ടത്, കാർബോക്സിലിക് ഗ്രൂപ്പ് ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചു. ഓർമ്മയുണ്ടോ മക്കളെ? അപ്പം ആരൊരു ആൾ പറഞ്ഞു, അയ്യോ സാറേ മറന്നല്ലോ എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മറക്കല്ലേ, ഒന്നുകൂടെ ഓർമ്മിക്കുകയെന്ന് പറഞ്ഞു. അതങ്ങനെ തന്നെ വന്നിട്ടുണ്ട് മക്കളെ. ദെൻ സ്റ്റീഫൻ റിയാക്ഷൻ, RCN, ഇതൊക്കെ നമ്മൾ ജയസ്ട്രിക്കിൽ ഓർമ്മയുള്ളതല്ലേ. SN കണ്ടാൽ സ്റ്റീഫനാണ്. അപ്പോൾ RCNലേക്ക് SN ചേർത്ത ആൽഡിഹൈഡ് കിട്ടും, RCHO കിട്ടും. അങ്ങനെ നെയിം ഓഫ് ദി റിയാക്ഷൻ പഠിച്ചു. CH3CHൽ ക്ലോറിൻ ഇൻ റെഡ് ഫോസ്ഫറസ്, ഇത് നമ്മൾ നെയിം HVZ റിയാക്ഷൻ, ഹാലോജൻ ഇൻ ദ റെഡ് ഫോസ്ഫറസ്, അതും ട്രിക്ക് വെച്ച് ഓർമ്മയുള്ളതാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? ആൽഫ ഹൈഡ്രജൻ പോയിട്ട് ക്ലോറിൻ ഇങ്ങോട്ട് കയറും. അതും നമ്മൾ പഠിച്ചതാണ്. ക്ലമൻസൺ റിഡക്ഷൻ, അതും നമുക്കറിയുന്നതാണ്. അതൊക്കെ ട്രിക്കിലുണ്ട്. ക്ലമൻസണിൽ Cl ഉണ്ട്, അപ്പോൾ HCl ഉണ്ട്. സെന്നിൽ സിങ്ക് ഉണ്ട്, ഉണ്ട്, മെർക്കുറി ഉണ്ട്. അപ്പോൾ സിങ്ക്, മെർക്കുറി, HCl എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. സോ സിങ്ക്, മെർക്കുറി, HCl ചേർത്താൽ ആൽക്കൈൻ കിട്ടും. നമ്മൾ പഠിച്ചതാണ്. CH3 ആവും. ഈ ഓക്സിജൻ പോയി 2 H കയറും. CH3 നമ്മൾ പഠിച്ചതാണ് ക്ലമൻസൺ റിഡക്ഷൻ. അങ്ങനെ തന്നെ പറഞ്ഞതാണ് ഞാൻ.
യെസ്, സിമ്പിൾ ഹമ്പിൾ. ഈ ക്വസ്റ്റിനെ കണ്ടപ്പോൾ എന്തൊരു സന്തോഷം എന്ന് പറയും. HVZ റിയാക്ഷൻ, അതാണ് അതിൻ്റെ ആൻസർ ആട്ടോ വന്നത്. ഇതൊക്കെ നമ്മൾ ചെയ്തതാണ് കാണിക്കാൻ ഞാൻ പ്രൂഫ് എടുത്തിട്ടതാ. വെറുതെ പറഞ്ഞു സാർ ഇങ്ങനെ വെറുതെ പഠിപ്പിച്ചാൽ പറഞ്ഞ് പോയാൽ പറയല്ലോ. ഇതൊക്കെ നമ്മൾ 7 hours ലൈവിൽ ചെയ്തതാ മക്കളെ. ഇവിടെ നിന്ന് കുഴങ്ങിയതിന് കാര്യമുണ്ടായി. ദെൻ റൈറ്റ് ഹെൻറീസ് ലോ, അതുപോലെ തന്നെ റൈറ്റ് ഈസ് അപ്ലിക്കേഷൻസ് ഓഫ് ഹെൻറീസ് ലോ എന്ന് ഡയറക്റ്റായിട്ട് ചോദിക്കേണ്ടതിനോ. ഇപ്പോഴത്തെ ഏതൊരു കെമിസ്ട്രി സാറിൻ്റെ ഒരു റീലില്ലായിരുന്നോ? അല്ലെങ്കിൽ വേണ്ട, അങ്ങനെ ഉണ്ട്, കുട്ടികളൊന്ന് കുഴപ്പിക്കാം, ഒരു ചിത്രം കൊടുക്കാം, എന്നിട്ട് ആ ചിത്രം എന്താണെന്ന് ചോദിക്കാം. അതേപോലെ ചോദിച്ചൊരു ചോദ്യമാണ്. അങ്ങനെ ഹെൻറീസ് ലോ ഡയറക്റ്റ് ചോദിക്കണ്ട, ഈ ചിത്രം തന്നിട്ട് എന്താ നോക്കാം. ഒരാൾ വന്ന് ഇങ്ങനെയൊക്കെ പിടിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായിട്ട് സ്ക്യൂബ ഡൈവറാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ലോ ഏതാണ്? സ്റ്റേറ്റ് ദ ലോ ആൻഡ് മെൻഷൻ ഈസ് വൺ അപ്ലിക്കേഷൻ. സ്റ്റേറ്റ് ഹെൻറീസ് ലോ, റൈറ്റ് ഈസ് വൺ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കോളത്തിൽ ഈ സ്ഥലത്ത് ഒതുക്കേണ്ട ക്വസ്റ്റ്യൻ ഇത്ര വലിയ ചിത്രമൊക്കെ തന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത്രയും സ്ഥലം സ്പേസ് ഫ്രീ ബാക്കിയായി. പക്ഷേ അങ്ങനെയല്ല, ഇങ്ങനെ തന്നെയാണ് ചോദിക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ഡയറക്റ്റ് ചോദിക്കുന്നതിന് പകരം എപ്പോഴും നമ്മൾ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ. അപ്പോൾ നമ്മൾ ഈ തിയറി മാത്രം പഠിച്ചു പോയൊരു പ്രശ്നം എന്താ പറയുക, എന്തെങ്കിലും ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലം ഇത് വരുമ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്യണമെന്ന് അറിയുണ്ടാവില്ല. തിയറി പഠിച്ചിട്ടുണ്ട്, അതൊന്നും ഇവിടെ സോൾവ് ചെയ്യാൻ അറിയുണ്ടാവില്ല. നേരെ മറിച്ച് ഇങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഇങ്ങനെ ഇത് ഇങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യേണ്ടത്, പ്രാക്ടിക്കലി ഇങ്ങനെയാണെന്നുള്ള അറിയുമ്പോഴാണ് നമ്മളൊന്നുകൂടി നമ്മുടെ പഠനം ഉഷാറാവുക. അതുകൊണ്ട് അങ്ങനെ തന്നെ ചോദിച്ചാണ് നന്നായത്. നമ്മൾ പറഞ്ഞതാണ് ഹെൻറീസിൽ, അത് പറഞ്ഞാണെന്നൊന്നും പറഞ്ഞ് സമയം കളയുന്നില്ല, എന്തായാലും പറയേണ്ടതുമാണല്ലോ. പക്ഷേ എനിക്കൊരു സന്തോഷം ഉണ്ടായത് എന്താ അറിയോ, ഹെൻറീസ് ലോ എന്ന് ഞാൻ ചെയ്തൊരു ക്വസ്റ്റ്യൻ അതേ ക്വസ്റ്റ്യൻ വന്നു. ചെറിയ സമയത്തിനുള്ളിലല്ലേ നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്, 8 ചാപ്റ്റർ. അപ്പോൾ അതേ ക്വസ്റ്റ്യൻ വന്നു എന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. നോക്കടാ, നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ ചെയ്തതാണ്, ഇതേ ക്വസ്റ്റ്യൻ ചെയ്തതാണ്, അതേ ക്വസ്റ്റ്യൻ നമ്മൾ അതുപോലെ ചെയ്തതാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, നമ്മൾ പലവാതി എല്ലാം പറയുന്നുണ്ട്, എല്ലാം ക്ലിയറായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. ഓരോന്നും നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ളതും ഇത് മാത്രമല്ല ഇതിൻ്റെ ബൈ പ്രോഡക്റ്റ്. നിങ്ങൾ വിചാരിക്കുമ്പോൾ ഞാൻ ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതെല്ലാം വന്നു, അങ്ങനെയല്ല. ഇതല്ലാത്തെയും കുറേ സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാം അരിച്ച് പെറുക്കി എക്സാം ടഫ് ആവുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് കിട്ടണം എന്നുള്ള അർത്ഥത്തിൽ അരിച്ച് പെറുക്കി പറയുന്നുണ്ട് കേട്ടോ മക്കളെ. ദെൻ ഐഡൻറ്റിഫൈ ജിയോമെട്രിക്കൽ ഐസോമേഴ്സ് ഓഫ് CO NH3 Cl3. നമ്മൾ ചെയ്ത 3+3 വന്നാൽ ഫാക്ക് മെറാന്ന് പഠിപ്പിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ചെയ്തത് NH3 NO2 ആണ്. ഓക്കെ, ഫാക്ക് മെർ വരുന്നത് NO2 ആണ് നമ്മൾ ചെയ്തത്. ക്വസ്റ്റ്യനിൽ Cl3 ആണ് ചോദിച്ചത്. ഓക്കെ, ദെൻ ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻറ്റ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഓഫ് ഡി ഓർബിറ്റൽസ് ഇൻ ടെട്രാഹീഡ്രൽ ഫീൽഡ്. അയ്യോ, നമ്മൾ ചെയ്തതാണ് ടെട്രാഹീഡ്രൽ ഫീൽഡിൻ്റെ പിന്നെ സ്പ്ലിറ്റിംഗ് ഒക്കെ നിങ്ങളെല്ലാവരും എഴുതിയിട്ടുണ്ടാവും. അതൊക്കെ നിങ്ങൾ കണ്ണടച്ച് എഴുതിയിട്ടുണ്ടാവും. കണ്ണടച്ച് ഇനി അതിന് കമൻറ്റ് ഇട്ടിട്ട് കണ്ണടച്ച് അങ്ങനെ നാൾ ലൈബ്രറി മൊത്തം അങ്ങനെ തന്നെയായിരുന്നു. നാളെയല്ലേ എക്സാം എന്ന് പറഞ്ഞപ്പോൾ നാളെ ഞായറാഴ്ച സാർ മറ്റന്നാളെന്ന് പറഞ്ഞിട്ട് കളിയാക്കിയാണ്. അതൊക്കെ ഒരു പിന്നെ സാഹിത്യപരമായ സംഭവമാണ്, അതൊക്കെ മനസ്സിലാവണം. നോക്കൂ, അടുത്തത് CH3 CH2O5 + PCl5 ചേർത്ത് കഴിഞ്ഞാൽ ബൈ പ്രോഡക്റ്റ് POCl3 HCl. PCl5 ചേർത്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ചെയ്തത് PCl5 ചെയ്ത് തന്നെ CH3 CH2Cl POCl3 HCl കിട്ടും. ബൈ പ്രോഡക്റ്റ് അടക്കം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ബൈ പ്രോഡക്റ്റ് ഇനി അവിടെ തന്ന് സാർ ഞങ്ങൾക്ക് ഈ ബൈ പ്രോഡക്റ്റിൻ്റെ ആവശ്യമല്ല സാർ, അത് ഞങ്ങൾ സ്വന്തം എഴുതുന്നുള്ള ആ അർത്ഥത്തിലാണ് നിങ്ങൾ മക്കൾ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. ദെൻ സ്വാട്സ് റിയാക്ഷൻ ചോദിച്ചിരിക്കുന്നു. അപ്പോൾ ഫിംഗൽസ്റ്റീനും സ്വാട്സും ചോദിച്ചിരിക്കുന്നു. രണ്ടാക്കും തുല്യ പ്രാധാന്യം. BR പോയിട്ട് ഫ്ലൂറിങ്. നിങ്ങൾ AGF എന്ന് കണ്ടപ്പോൾ തന്നെ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും എനിക്ക് ഉറപ്പാണ്. അല്ല, ക്വസ്റ്റ്യൻ ഫുള്ള് വായിച്ചിരുന്നു. നെയിം ദ റിയാക്ഷൻ ഉണ്ടോ അത് വായിക്കണേ. മിക്കവാറും കുട്ടിയൊക്കെ പറ്റുന്ന പ്രശ്നം എന്താ പറയുക, എക്സാം CC ആയിരുന്നു സാർ, ക്വസ്റ്റ്യനൊക്കെ ഈസി ആയിരുന്നു, അടിപൊളി എക്സാം ആയിരുന്നു. എന്നിട്ട് ആൻസർക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അയ്യോ അതിൻ്റെ കൂടെ നെയിം ദ റിയാക്ഷൻ ഉണ്ടായിരുന്നു, അയ്യോ അതിൻ്റെ ബൈ പ്രോഡക്റ്റ് എഴുതാൻ ചോദിച്ചിരുന്നു, അയ്യോ അതിൻ്റെ IUPAC. ഇങ്ങനെ തെറ്റിക്കുന്നവരുണ്ട്. അത് അങ്ങനെ ആർക്കെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യും. സാർ ഞാൻ അതിൽ പെട്ടതാണ്, ഞാൻ ആ ക്വസ്റ്റ്യൻ അതിൻ്റെ ഫുൾ വായിക്കാത്തതുകൊണ്ട് എനിക്കത് പിന്നെ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഭാഗ്യത്തിനോടെ നെയിം ദ റിയാക്ഷൻ ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ അത് ചെയ്യണമായിരുന്നു. ഓക്കെ, ദെൻ സ്വാട്സ് റിയാക്ഷൻ ആണത്, നമ്മൾ ചെയ്തതാണ് മക്കളെ. റെഡി. Write any two reasons for the less reactivity of aryl halides towards nucleophilic substitution reaction. ഒരു കഥ പോലെ നമ്മൾ പഠിച്ചതാണ്. എന്തുകൊണ്ടാണ് ഹാലോ അറീൻസ് ലെസ് റിയാക്ടിവിറ്റി കാണിക്കുന്നത്, എന്നിട്ട് അതിൻ്റെ ബാക്കിയും കാര്യങ്ങളും പറഞ്ഞാണ്. എന്നാൽ ഇവർ റിയാക്ട് ചെയ്യും NO2 ചേർത്താൽ എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചാൽ അതൊന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ വരിക, ഡീറ്റെയിൽ ആയിട്ട് വരുന്നതെന്ന്. ഡയറക്റ്റ് നേരിട്ട് അത് ചോദിച്ചിട്ടുണ്ട്. 2 റീസണേ ചോദിച്ചിട്ടുള്ളൂ, നമ്മൾ 4-5 റീസൺ പഠിച്ചിരുന്നു. Then name the product formed when phenol is treated with zinc dust. zinc dust ആയിട്ട് ഫീനോൾ ചേർത്ത് കഴിഞ്ഞാൽ ഇതാ പഠിച്ചതാ. ഫീനോള് ബെൻസീനാകും സിങ്ക് ഡസ്റ്റ് ചേർത്താൽ. പഠിച്ചതാ, നിങ്ങൾക്ക് അറിയായിരിക്കും. സിങ്ക് ഞാൻ അന്ന് ട്രിക്കോ പറഞ്ഞു, സിങ്കിന് ഭയങ്കര ഇഷ്ടമാണ് ഓക്സിജനെ. സിങ്കിന് ഓക്സിജനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഫീനോളിൻ്റെ തലയത്ത് ഓക്സിജൻ എടുക്കാൻ സിങ്ക് വന്നാൽ മതി പറഞ്ഞതാണ്. റൈമർ ടൈമാൻ റിയാക്ഷൻ, ഇതിനും എനിക്കൊരു കഥ പറയാനുണ്ട്. റൈമർ ടൈമാൻ റിയാക്ഷൻ എന്താണ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് സാർ, എങ്ങനെയാണ് ആ പിന്നെ പുറത്തേക്ക് HCl ഒക്കെ വരുന്നത് സാർ, അത് എവിടുന്നാണ് പോകണമെന്ന് വെച്ചിട്ട് ഒരു സ്റ്റുഡൻറ്റ് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ ഞാൻ കാര്യമായിട്ട് പറഞ്ഞു കൊടുത്തു, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഓക്കെ താങ്ക്സ് സാർ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ സ്റ്റുഡൻറ്റിനോട് പറഞ്ഞു നീ രക്ഷപ്പെട്ടു എന്നാണ്. അപ്പോൾ വെച്ചാൽ എന്താ രക്ഷപ്പെടാൻ, നാളെ ഇത് എന്തായാലും ക്വസ്റ്റ്യന് വരുമല്ലോ, അപ്പോൾ നീ പഠിച്ചു കഴിഞ്ഞല്ലോ,
അപ്പോൾ നിനക്കൊരു സന്തോഷമായല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അത് അതുപോലെ വന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഒരു സന്തോഷം. ദെൻ വില്യംസൺ സിന്തസിസ്, നമ്മളെ ഭയങ്കര റൊണാൾഡോ നമ്മുടെ കേരളത്തിലേക്ക് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കുന്ന റിയാക്ഷനാണ് അത് വില്യംസൺ. ഞാൻ ഈ ട്രിക്ക് പറയുമ്പം കേൾക്കുന്ന പോലെ വിചാരിക്കരുത് അങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കുന്നത്, കെമിസ്ട്രി അങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത്. ഞാൻ ലോജിക്കും ഒക്കെ കൃത്യം പഠിപ്പിച്ചതിന് ശേഷം മാത്രമേ ട്രിക്ക് പറയാറുള്ളൂ. എൻ്റെ മക്കൾക്ക് ഫുൾ ലോജിക്കും സെറ്റും ഒക്കെ മനസ്സിലാക്കിയിട്ട് പിന്നെ എക്സാമുകൾ നിങ്ങൾ ഇടങ്ങേറാവരുത്, പെട്ടെന്ന് എല്ലാം കൂടെ ഓർമ്മ വരണമല്ലോ, അതിന് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുന്ന ട്രിക്കുകളാണ്. അല്ലാണ്ട് പിന്നെ മൊത്തം ട്രിക്ക് വെച്ചിട്ട് അതിൻ്റെ ലോജിക്കൊന്നും അറിയാതെ എൻ്റെ മക്കൾ പഠിച്ചു പോയിട്ടില്ല എന്ന് എനിക്കറിയാം. എല്ലാവരും ലോജിക്കും ട്രിക്കും ഒക്കെ കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ പോണത്. അല്ലാണ്ട് ഞാൻ അതിൻ്റെ താഴെ നെഗറ്റീവ് കമൻറ്റ് വരരുത്. റൈമർ ടൈം ആൻഡ് റിയാക്ഷൻ നമ്മൾ പഠിച്ചതാണ്. വില്യംസൺ സിന്തസിസ് നമ്മൾ പഠിച്ചതാണ്. റോണ RX കയറി റോർ ഉണ്ടാകുന്ന റിയാക്ഷനാണ്. പെട്ടെന്ന് ഓർക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തന്നിരുന്നു. വില്യംസൺ സിന്തസിസ് ഓക്കെ, അതും സെറ്റല്ലേ മക്കളെ? റെഡി. പിന്നെന്താ, ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് എത്തുന്നു. ആൻ ഓർഗാനിക് കോമ്പൗണ്ട് A ഓൺ റിയാക്ഷൻ വിത്ത് CrO2 Cl2 ഇൻ ദ പ്രസൻസ് ഓഫ് CS2. നമ്മൾ പാട്ടും പഠിപ്പിച്ചത് CrO2 Cl2 ഇൻ ദ പ്രസൻസ് ഓഫ് CS2. അത് കാണുമ്പോൾ തന്നെ മക്കൾ എറ്റാർട്ട് എന്ന് എഴുതിയിട്ടുണ്ടാവും, ഉറപ്പാണ്. എനിക്കറിയാം. എന്നിട്ട് അതിലേക്ക് ബെൻസാൽഡിഹൈഡ് കിട്ടുന്നു. അപ്പോൾ ആരത്? ടൊളുവിനാണ്. അവർ തിരിച്ച് എറ്റാർട്ട് റിയാക്ഷൻ എന്താണെന്ന് ചോദിക്കേണ്ടതിന് പകരം, അല്ലെങ്കിൽ എറ്റാർട്ട് റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നതിന് പകരം തിരിച്ച് നിങ്ങളൊന്ന് ഇതാക്കാൻ ഒന്ന് ചിന്തിക്കട്ടെ. നമ്മൾ മക്കൾ സിമ്പിളായിട്ട് എഴുതി ഐഡൻറ്റിഫൈ കോമ്പൗണ്ട് A ആൻഡ് ഓൾസോ നെയിം ദ റിയാക്ഷൻ. ഇത് കണ്ടിരുന്നോ? കണ്ടിട്ടില്ലേ? മാർക്ക് പോയി. നെയിം ദ റിയാക്ഷൻ, എറ്റാർട്ട് റിയാക്ഷൻ. CrO2 Cl2 എന്ന് കണ്ടപാട് അത് മാത്രം എഴുതി പോകരുത്. എറ്റാർട്ട് റിയാക്ഷനാണ്, അത് എഴുതിയിട്ടുണ്ടാവും നിങ്ങൾ. ദെൻ ഐ ആം ആൻ ആൽഡിഹൈഡ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? വേണ്ട, കുട്ടികളൊന്ന് ചിന്തിക്കട്ടെ. ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഐ ആം ആൻ ആൽഡിഹൈഡ് വിച്ച് ഡസ് നോട്ട് ഹാവ് ആൻ ആൽഫ ഹൈഡ്രജൻ. ആൽഫ ഹൈഡ്രജൻ ഇല്ല, ആദ്യത്തെ ക്ലൂ. റിയാക്ട് വിത്ത് കോൺസെൻട്രേറ്റഡ് NH, രണ്ടാമത്തെ ക്ലൂ കിട്ടി. ഇത് ഞാൻ അങ്ങനെ തന്നെ കമ്പാരിസൺ വെച്ച് പറഞ്ഞതാണ്, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കോൺസെൻട്രേറ്റ് ബേസും ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആളുവാണെങ്കിൽ ഏത് റിയാക്ഷനാ? കാനിസാരോ റിയാക്ഷൻ. ഇനി കാനിസാരോ റിയാക്ഷൻ പോണത് ആകെ രണ്ടേ ആളുള്ളൂ. ആരാണ്? ഒന്ന് മെഥനാൽ, നിങ്ങൾക്ക് പഠിക്കാനുള്ളതിൽ ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആൾ. പിന്നെ ആരാണ്? ബെൻസാൽഡിഹൈഡ്. ഓക്കെ, ഇതിൽ ആരെങ്കിലും ഒരാളായിരിക്കും. ഓക്കെ, ഇനി എന്താ പറയുന്നത്? ആൻഡ് ടു ഫോം 2 ഡിഫറൻറ്റ് പ്രോഡക്ട്സ് കണ്ടെയ്ൻ 1 കാർബൺ ആറ്റം. ഒറ്റ കാർബൺ ആറ്റമുള്ള പ്രോഡക്റ്റ് ഉണ്ടായത്. ഒറ്റ കാർബൺ ആറ്റം ആകുമ്പോൾ എന്തായാലും ബെൻസാൽഡിഹൈഡ് ആവില്ല. ബെൻസീനിൽ എത്രങ്ങാനും കാർബൺ ഉണ്ട്. അപ്പോൾ ഉറപ്പിച്ചോ മെഥനാൽ. സോ നെയിം ദ റിയാക്ഷൻ, കാനിസാരോ റിയാക്ഷൻ. ഐഡൻറ്റിഫൈ 2 പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് കാനിസാരോ റിയാക്ഷൻ ചോദിക്കുന്നതിന് പകരം ഐഡൻറ്റിഫൈ 2. അപ്പോൾ നിങ്ങൾ എന്ത് എഴുതണം? HCHO + HCHO ദാ. എന്നിട്ട് HCHO റിഡക്ഷൻ നടന്ന ആൽക്കഹോൾ ആവുന്നതും HCHO ഓക്സിഡേഷൻ നടന്ന് കാർബോക്സിലിക് ആസിഡ് ആവുന്ന എഴുതണം. അതാവുമ്പോൾ സെറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കഥ കൂടെ പറയുകയാണെങ്കിൽ ആ ഫ്യൂൽ സെല്ലിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചല്ലോ നമ്മൾക്ക്. ഫ്യൂൽ സെല്ലിൻ്റെതും ഇതേപോലെ പിന്നെ നമ്മുടെ ഹാദി ഉണ്ടല്ലോ, ഈ ബാച്ചിലുള്ള സ്റ്റുഡൻസിനെ അറിയായിരിക്കും. ഹാദി എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റ് രാവിലെ വന്നിട്ട് സാർ ഇലക്ട്രോ കെമിസ്ട്രിന്ന് ആ സെല്ലിൻ്റെ ഭാഗത്ത് നിന്ന് ഏതൊക്കെ പഠിക്കേണ്ടത് വെച്ചാൽ ഞാൻ പറഞ്ഞു ബ്ലഡ് സ്റ്റോറേജ് ബാറ്ററിയും ഫ്യൂൽ സെല്ലും പഠിച്ചു വെച്ചോന്നാണ്. അവൻ പോയതിനു ശേഷമാണ് സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കൊടുത്തത്. അവൻ എക്സാം ഹാളിൽ എത്തിയതിന് തിരിച്ച് വന്നതിന് ശേഷം കണ്ടു. അപ്പോൾ അവൻ പറഞ്ഞു സാറേ അതൊന്ന് കുറച്ച് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് എഴുതായിരുന്നല്ലോ. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു ഫ്യൂൽ സെല്ലൊക്കെ പഠിക്കാതെയാണ് എക്സാമിന് പോണത്? ഫ്യൂൽ സെല്ലൊക്കെ നിർബന്ധമായിട്ട് പഠിക്കേണ്ട ടോപ്പിക്കല്ലേ? എവിടെ എന്ത് സമയമായാലും ഫ്യൂൽ സെല്ലും ബ്ലഡ് സ്റ്റോറേജ് ബാറ്ററിയൊക്കെ എന്തായാലും പഠിച്ച് പോകേണ്ട ടോപ്പിക്കാണല്ലോ. അപ്പം അങ്ങനെ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ടോപ്പിക്ക് എന്തായാലും നിങ്ങൾ പഠിച്ച് പോകണമെന്ന് ഉറപ്പിക്കുന്നു. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, 10 മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഇൻ കെമിസ്ട്രി എന്ന് നമ്മൾ ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിന് 5 ക്വസ്റ്റ്യനാണ് വന്നിട്ടുള്ളത് മക്കളെ. അതിൽ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ വന്നു, കൊളാഷസിലോ വന്നില്ല, ലാന്തനോയിഡ് കോൺട്രാക്ഷൻ വന്നു. അതുപോലെ തന്നെ കാനിസാരോ റിയാക്ഷൻ വന്നു. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞത് സാലിസിലാൽഡിഹൈഡ് ആക്കുന്ന റൈമർ ടൈമാൻ്റെ റിയാക്ഷൻ വന്നു. ഞാൻ അന്ന് പറഞ്ഞിരുന്നു സാലിസിലാൽഡിഹൈഡ് തന്നെ ചോദിക്കണം എന്നില്ല, റൈമർ ടൈമാനായിട്ട് ചോദിക്കാം. ദെൻ ഫീനോളിൻ്റെ അസിഡിറ്റിൻ്റെ കാരണം വന്നു. ദെൻ ആൾഡോൾ കണ്ടൻസേഷൻ ചോദിച്ചോ ഇല്ലല്ലോ. ദെൻ ലൂക്കാസ് ടെസ്റ്റ് ചോദിച്ചു. ദെൻ ഇത് ചോദിച്ചില്ല, DF എന്ന് അവർ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയ ആളത് ചോദിച്ചില്ല. ഫാരഡേസിലോ ചോദിച്ചിട്ടില്ല. VBT തിയറി ചോദിച്ചോ? എനിക്കൊരു ഓർമ്മയില്ല VBT തിയറിയായിട്ട് ബന്ധപ്പെട്ട്. എനിവേ 5 ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞാൽ എന്തായാലും 5 ക്വസ്റ്റ്യൻ എന്തായാലും അതും ചോദിച്ചിട്ടുണ്ട്. സോ നന്നായിട്ട് പഠിച്ച് മുന്നേറിയവർക്ക് ഇതെല്ലാം എഴുതി ഫുൾ മാർക്ക് തന്നെ വാങ്ങാൻ പറ്റുന്ന ഒരു ഈസി പേപ്പറായിരുന്നു എന്ന് എനിക്ക് ഒരു ഡൗട്ടും ഇല്ലാണ്ട് പറയാൻ പറ്റും. ഇനി ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, പക്ഷേ പബ്ലിക് ചിലപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ ആവില്ല. ചിലപ്പോൾ കുറച്ച് ടൈറ്റാക്കി തന്നെ ക്വസ്റ്റ്യൻ വരും. ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ട് നമ്മൾ അയ്യോ സന്തോഷിച്ച് നടക്കാൻ ഒരു നിർവാഹമില്ല. അതുകൊണ്ട് എൻ്റെ മക്കളോട് പറയാനുള്ളത്, ജനുവരിയിൽ നിങ്ങൾക്ക് ലാബ് എക്സാം ഉണ്ടെന്നൊക്കെ അറിയാം. ലാബ് എക്സാം എല്ലാം കഴിയട്ടെ എന്നിട്ട് തിയറി പഠിക്കാമെന്ന് വിചാരിക്കരുത്. അത് നിങ്ങൾ പ്ലാൻ ചെയ്യണം. ജനുവരി, ഫെബ്രുവരി ഓരോ ദിവസവും നിങ്ങൾക്ക് കിട്ടുന്ന ദിവസങ്ങളിൽ പെർ ഡേ 8 മണിക്കൂറെങ്കിലും നിങ്ങൾ ഇരുന്ന് പഠിക്കാൻ കാണണം. ഒട്ടും കുറവല്ല. 8 മണിക്കൂറൊക്കെ സാറെന്ന് ചോദിക്കാൻ വരണ്ട. ആകെ 2 മാസമേ ഉള്ളൂ. ഒരു 8 മണിക്കൂർ നിങ്ങൾ പഠിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുക. നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്യുക. എനിക്ക് 8 മണിക്കൂർ ഇരുന്ന് പഠിക്കണം എന്നിട്ടോ ക്വസ്റ്റ്യൻ ടഫാവുമെന്ന് തന്നെ വിചാരിച്ച് പഠിക്കുക.
ക്വസ്റ്റ്യൻ ഈസിയാവും, ഇത് ഈസിയായി, ക്വസ്റ്റ്യൻ ടഫ്, നിങ്ങൾ മാത്സ് അറിയാലോ, ക്വസ്റ്റ്യൻ ടഫ് ആവുമെന്ന് തന്നെ വിചാരിച്ചിട്ട് മാക്സിമം എന്തിനാ ഈ 8 മണിക്കൂർ പഠിക്കാൻ പറഞ്ഞതെന്ന് വെച്ചാൽ മറ്റേ നിങ്ങൾ ടോപ്പിക്ക് മാത്രമേ പഠിച്ചുള്ളൂ. ഇപ്പം തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും, കുറേ പേര് പറഞ്ഞാൽ എന്താ അറിയോ, ഞാൻ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഈസി ആയിരുന്നു, പക്ഷേ എഴുതിയതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. അതിൻ്റെ കാരണം പഠിക്കാൻ സമയം കിട്ടിയില്ല എന്നുള്ള. അപ്പോൾ നിങ്ങൾ ഇപ്പോഴും ഇനിയും സമയം കൊടുത്തിട്ടില്ലെങ്കിൽ സംഭവിക്കുക എന്താ വെച്ചാൽ ടോപ്പിക്കുകൾ മാത്രമേ വായിക്കാൻ സമയം ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി വായിക്കാനോ അതിൽ നിന്ന് ഇൻഡയറക്റ്റുള്ള ക്വസ്റ്റ്യൻ ചെയ്യാനോ അതിനുള്ള ഇൻഡയറക്റ്റ് ന്യൂമറിക്കൽസ് ചെയ്യാനോ, +1 കെമിസ്ട്രി ടഫ് ആവാൻ കാരണം ന്യൂമറിക്കൽസ് ഇൻഡയറക്റ്റ് ആയിരുന്നു. അപ്പോൾ ഇൻഡയറക്റ്റ് ന്യൂമറിക്കൽസ് ചെയ്യാൻ ഒന്നും സമയം ഉണ്ടാവില്ല. നേരെ മറിച്ച് നമ്മൾ ഒരു 8 മണിക്കൂർ ഓരോ ദിവസം മാറ്റി വെച്ചാൽ നമുക്ക് ഒരുപാട് സമയം കിട്ടുകയും പല പല രൂപത്തിൽ ഡയമെൻഷനിൽ നമുക്ക് വായിക്കാൻ കഴിയുകയും ഒരു ചാപ്റ്ററിലൂടെ തന്നെ ഒരു 2-3 പ്രാവശ്യം കടന്നു പോകാൻ കഴിയുകയും ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആവുകയാണെങ്കിൽ പോലും നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് എഴുതാൻ പറ്റുമെന്നുള്ളതാണ് ചരിത്രം. അതാണ് ഒരുപാട് സ്റ്റുഡൻസ് തെളിയിച്ചിട്ടുണ്ട്. അത് ആദ്യം മുതലേ പഠിച്ചു വന്നവർ കുറേ പേര് ഞാൻ ചോദിച്ചപ്പം വായിച്ച് കഴിഞ്ഞു സാർ എന്ന് പറഞ്ഞിരുന്നു. അപ്പം അത് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവട്ടെ. പബ്ലിക്കിന് വേണ്ടി കൃത്യമായിട്ട് ഒരുങ്ങുക. ആ ഒരുങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കറിയാലോ, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യം ടൈം ടേബിളോടുകൂടി നിങ്ങൾക്ക് ഒരുങ്ങാൻ പറ്റും. അപ്പോൾ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുക. 27 മുതലാണ് ക്രാഷ് കോഴ്സിൻ്റെ ക്ലാസ്സുകൾ തുടങ്ങുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഇതുപോലെ പറഞ്ഞുതരും. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുമെന്നുള്ളതായിരിക്കും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കൂടെ ഒരു ഫ്രീ ബുക്കും കിട്ടുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. എനിവേ തകർത്തു, സന്തോഷമായി. ഇന്ന് എൻ്റെ എല്ലാ മക്കളും അടിപൊളി സന്തോഷത്തിലാണെന്ന് അറിയാം. എനിക്ക് ആകെ വേണ്ടത് നിങ്ങൾ ഈ കാണുന്നവർ നിങ്ങളുടെ ഒരു അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച്. മീൻസ് അന്നെടുത്ത ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു, ഹെൽപ്ഫുള്ളായോ എന്നുള്ളതും എത്ര ഈസി ആയിരുന്നോ എന്നുള്ളതും അറിയാണ്ട് തെറ്റിച്ചത് ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ മക്കളെ, ബൈ.